എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചോറിൻ്റെ കൂടെയെല്ലാം ഒഴിച്ചു കൂട്ടാൻ പറ്റിയ നല്ലൊരു വെജിറ്റബിൾ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമായ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പം വീട്ടിൽ തന്നെ നമുക്ക് എപ്പോഴും കാണും ക്യാരറ്റും അതുപോലെ പടവലങ്ങയൊക്കെ നമ്മുടെ വീട്ടിലെപ്പോഴും സ്ഥിരമായിട്ട് ഫ്രിഡ്ജിലുണ്ടാകുന്ന വെജിറ്റബിൾസ് അല്ലേ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് നല്ല രുചികരമായിട്ട് നല്ലൊരു ഒഴിച്ചുകറി തയ്യാറാക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ഏകദേശം ഒരു 100 ഗ്രാമോളം പടവലങ്ങ ഉണ്ടാവും. അതുപോലെ ഒരു 100 ഗ്രാം ക്യാരറ്റും ഞാൻ കനം കുറച്ചിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. അത് ഞാൻ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ 5 ചുവന്നുള്ളിയും ഏകദേശം 2 പച്ചമുളകും ഒരു ചെറിയ തക്കാളിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഈ കഷ്ണങ്ങൾ വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് ഞാനിവിടെ ഇതുപോലെ തന്നെ ഡയറക്റ്റ് ചട്ടിയിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോഴാണ് ഈ കറിക്ക് നല്ല രുചി വരുന്നത്. കുക്കറിലിട്ട് ഇത് വേവിച്ചെടുത്താൽ എല്ലാ കഷ്ണങ്ങളും കൂടെ പെട്ടെന്ന് അങ്ങ് കുഴഞ്ഞു പോകും. അതുകൊണ്ട് ഇതുപോലെ വേവിച്ചിട്ട് നിങ്ങൾ കറി തയ്യാറാക്കണം. ഇനി ആ കഷ്ണങ്ങൾ വെന്ത് വരുമ്പോഴേക്കും നമുക്ക് അരപ്പ് തയ്യാറാക്കാം. ഞാൻ ഏകദേശം ഒരു 1/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ചുവന്നുള്ളിയും 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഈ അരപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എരിവിനായിട്ട് ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, എരിവില്ലാത്ത കാശ്മീരി മുളക് പൊടി 1/2 ടീസ്പൂണും കൂടെ ഇട്ട് കൊടുത്ത് നമുക്കിത് നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ വെജിറ്റേറിയൻ കറികളിൽ നമ്മൾ തേങ്ങ അരയ്ക്കുമ്പോൾ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവരാം. ഇനി നമുക്ക് കഷ്ണങ്ങൾ വെന്തോന്ന് നോക്കാം. കഷ്ണങ്ങൾ ഇപ്പം ക്യാരറ്റൊക്കെ വേഗം കുറച്ച് സമയം എടുക്കും. ഏകദേശം ഒരു 20 മിനിറ്റോളം തന്നെ ഈ കഷ്ണങ്ങൾ വേകാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ കഷ്ണങ്ങളെല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ സ്പൂൺ വെച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ച് നോക്കിയാൽ മതി. കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പരിപ്പാണ്. നമ്മൾ സാമ്പാറിലൊക്കെ ഇടുന്ന പരിപ്പുണ്ടല്ലോ, ആ പരിപ്പ് ഞാൻ ഒരു 1/4 കപ്പ് പരിപ്പ് കുക്കറിൽ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ട്. ആ വെന്ത പരിപ്പാണ് ഞാൻ ഈ സമയത്ത് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ സമയത്ത് വേണമെങ്കിൽ ചെറുപയർ വേവിച്ചത് അതുപോലെ വൻപയർ വേവിച്ചത് എല്ലാം ഈ വെജിറ്റബിൾസിൻ്റെ കൂടെ ചേർത്തിട്ട് കറി തയ്യാറാക്കാം. എല്ലാം ഇതുപോലെ ഉണ്ടാക്കിയാൽ വളരെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇനി ആ പരിപ്പ് നമുക്ക് ആ കഷ്ണങ്ങളിലേക്ക് ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി ഒന്ന് ഉടച്ചു കൊടുക്കണം. ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുത്താൽ മാത്രം മതി. പരിപ്പും വെജിറ്റബിൾസും എല്ലാം നല്ല പോലെ ഒന്ന് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ അതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങ നന്നായിട്ട് അരച്ചിട്ടുണ്ടാവണം. അരപ്പ് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അരപ്പ് ചേർത്ത് കഴിഞ്ഞാൽ ഇനി വല്ലാതെ വെട്ടി തിളയ്ക്കാൻ പാടില്ല. അതുകൊണ്ട് മീഡിയത്തിലും താഴോട്ട് ഫ്ലെയിം ആക്കി വെച്ചിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അരപ്പെല്ലാം ആ കറിയിലേക്ക് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ആ ലോ ഫ്ലെയിമിൽ ഇരുന്നിട്ട് ആ കറി ഒന്ന് ചെറുതായിട്ട് തിളച്ച് നല്ലൊരു ടേസ്റ്റി കറിയായിട്ട് മാറും. ഇത് വീട്ടിലെല്ലാവരും ഇഷ്ടപ്പെടും. അധികം എരിവൊന്നും ഇല്ലാത്തതുകൊണ്ട് കുട്ടികളെല്ലാം ഇത് ഒഴിച്ച് കഴിക്കാൻ ചോദിച്ച് വാങ്ങി കഴിക്കും. അപ്പോൾ ഇനി ഈ കറിയുടെ കൺസിസ്റ്റൻസി ശരിയാക്കാം. അപ്പോൾ ഈ കറി തണുക്കുമ്പോൾ ഒന്നും കൂടെ കുറുകുന്നതുകൊണ്ട് നമ്മൾ ഈ സമയത്ത് വേണം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൊടുക്കാൻ. അപ്പോൾ ഞാനിവിടെ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കറി ഞാൻ തിളപ്പിച്ചെടുക്കുന്നത്. ഇനി ഇത് തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടെ കുറുകും. ഇനി ഈ സമയത്ത് നമുക്ക് ഉപ്പിൻ്റെ അളവൊക്കെ നോക്കാം. ഒരു നുള്ളുപ്പ് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കഷ്ണങ്ങൾ വേവിക്കുമ്പോൾ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ സമയത്ത് ഒരു നുള്ളും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പുളി കൂടുതലാകാൻ പാടില്ല. അതുകൊണ്ട് ഒരു മീഡിയം സൈസ് തക്കാളി മാത്രമേ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഇപ്പോൾ ഞാനൊരു കുറച്ചൊരു പിടി കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ കറി താളിക്കുന്ന സമയത്തും കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണം. വളരെ രുചികരമായിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ ഇതുപോലെ രണ്ടേ രണ്ട് വെജിറ്റബിൾസ് മതി. പടവലവും ക്യാരറ്റും അല്ലെങ്കിൽ ചുരക്കയും ക്യാരറ്റും. അങ്ങനെ ഈ ക്യാരറ്റിൻ്റെ കൂടെ ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ചേർത്തിട്ട് നിങ്ങൾ ഇതുപോലെ അരപ്പ് ചേർത്തുണ്ടാക്കി നോക്കൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറിയായിരിക്കും. അപ്പോൾ എല്ലാവരും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ ഇത് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ എന്നെ അറിയിക്കാൻ മറന്നു പോകരുത് കേട്ടോ. ഇനി അടുത്തായിട്ട് നമുക്കിതിലേക്ക് താളിപ്പ് ചേർത്ത് കൊടുക്കാനുണ്ട്. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് 1/2 ടീസ്പൂൺ കടുകും അതുപോലെ 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ഇത്ര മാത്രം ഇട്ട് കൊടുത്ത് പെട്ടെന്ന് തന്നെ മൂപ്പിച്ച് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. സ്കൂളിലൊക്കെ കുട്ടികൾക്ക് ചില സ്കൂളുകളിൽ നോൺ വെജ് കൊണ്ടുപോകാൻ സമ്മതിക്കാത്ത സ്കൂളുകളൊക്കെ ഉണ്ടാവില്ല. അങ്ങനെയുള്ള സ്കൂളുകളിലേക്ക് ഈ വെജിറ്റബിൾ കറി കൊടുത്തു വിട്ടാൽ കുട്ടികൾ ചോറൊക്കെ നന്നായിട്ട് കഴിച്ചോളും. അപ്പോൾ ഇതിൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം. മാത്രമല്ല ലൈക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. പുതിയ ഫ്രണ്ട്സ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുതേ. താങ്ക് യു ഫോർ വാച്ചിങ്.